KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനം നടത്തി. കൊടകര പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ജോയ് നെല്ലിശ്ശേരി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം രാജിവെച്ചതായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റ് ഒരുക്കുന്ന 18ാമത് ഓണംകളി മത്സരം ഒക്ടോബർ 5 ഞായറാഴ്ച ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. മറ്റത്തൂർ ഇത്തൂപ്പാടത്ത് കാറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനം നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. താൽക്കാലിക അധ്യക്ഷൻ അമ്പിളി സോമൻ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ, സംസ്ഥാന ട്രഷറർ KR സീത, ശ്യാംഭവി രാജൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. സരിത രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അമ്പിളി സോമൻ, സരിത തിലകൻ, ബിന്ദു ബഷീർ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, തൃശൂർ ജില്ലാ ട്രഷറർ KR സീത, സമ്മേളന സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, PR പ്രസാദൻ, സരിത രാജേഷ്, അശ്വതി ഷൈജു, മോളി തോമസ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ അമ്പിളി സോമൻ പ്രസിഡന്റ്, സരിത രാജേഷ് സെക്രട്ടറി, അമ്പിളി വേണു ട്രഷറർ. പ്രാദേശികമായ നേതാക്കന്മാരെന്നുള്ള നിലയിൽ യൂണിറ്റുകളിലെ ഉദ്ഘാടനത്തിനും വില്ലേജ് സമ്മേളന ഉദ്ഘാടനങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുള്ള സഖാക്കളാണ്. പക്ഷെ ഉദ്ഘാടന പ്രസംഗം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ തരമില്ല എന്നുള്ളത് കൊണ്ട് കൊടകര പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ജോയ് നെല്ലിശ്ശേരി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം രാജിവെച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി സെക്രട്ടറിക്കാണ് രാജി സമർപ്പിച്ചത്. CPIM പ്രവർത്തകനായ ജോയ് നെല്ലിശ്ശേരി 1.5 വർഷം മുൻപ് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനവും ലോക്കൽ കമ്മിറ്റി അംഗവും പാർട്ടി മെമ്പർഷിപ്പും ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് കൊടകര ലോക്കൽ സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയെങ്കിലും ഏറെ വൈകി ലോക്കൽ സമ്മേളനത്തിലാണ് തന്നെ ഒഴിവാക്കിയതെന്നും അല്ലാതെ പാർട്ടി സംഘടനാപരമായി നടപടി എടുത്ത് ഒഴിവാക്കിയിട്ടില്ലെന്നും ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഔദ്യോഗികമായി ഇന്ന് ഞാൻ രാജിവെച്ചിരിക്കുകയാണ്. കൊടകര ടൗണിൽ പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന 3 ടോയ്ലറ്റുകൾ അടഞ്ഞു കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ചാലക്കുടി ബസ് സ്റ്റോപ്പും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇത്തരം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാത്തതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്തുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നെ മോശക്കാരനാക്കുന്ന വിധത്തിൽ CPIM പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നോട്ടീസ് അച്ചടിച്ചേർക്കുകയുണ്ടായി. പുറത്താക്കി എന്നുള്ള വിവരണമാണ് അതിലവർ നൽകിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം മുൻപ് ഇത്തരം നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടായതിൻ്റെ ഭാഗമായി 1.5 വർഷം മുൻപ് ഞാൻ വഹിച്ചിരുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, പാർട്ടി മെമ്പർഷിപ്പ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് LC സെക്രട്ടറി ആയിരുന്ന KV നൈജോന് രേഖാമൂലം ഞാൻ കത്ത് നൽകിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ഒഴിവാക്കാതെ കുറച്ച് നാളുകൾ ആ രീതിയിൽ തുടർന്ന് ഒടുവിൽ ലോക്കൽ സമ്മേളനത്തിലാണ് എന്നെ
ഒഴിവാക്കിയിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില LDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പാർട്ടിയിലെ മുതിർന്ന ആൾ ശ്രമിച്ചുവെന്നും ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. പാർട്ടിയിലെ ചില നേതാക്കൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മണ്ണുമാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ജോയ് നെല്ലിശ്ശേരി ആരോപിച്ചു. കൊടകര ടൗണിലുമുള്ള ബസ് സ്റ്റോപ്പും ടോയ്ലറ്റുകളും തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിൽ CPM പാർട്ടിയിലും പഞ്ചായത്തിലും പ്രതിഷേധിച്ചെന്നാലും അതുപോലെ നിരവധി വിഷയങ്ങൾ ഉന്നയിക്കുന്ന കാരണം CPIM പാർട്ടി തനിക്കെതിരെ നോട്ടീസ് അച്ചടിച്ചിറക്കിയെന്നും ജോയ് നെല്ലിശ്ശേരി ആരോപിച്ചു. കൊടകര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രം CPM പ്രമുഖ നേതാവ് കൈവശപ്പെടുത്തിയതും തുടർന്ന് അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണം നടത്തുകയും ഭീമമായ തുകയ്ക്ക് മറ്റൊരാൾക്ക് മറിച്ചു നൽകുകയും ചെയ്തുവെന്ന് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. CPM രക്തസാക്ഷി KK ഭാസ്കരന്റെ പേരിൽ ആംബുലൻസ് സർവീസ് സേവനം നടക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ചെടുത്തു. എന്നാൽ വില കുറഞ്ഞ കാര്യക്ഷമത കുറഞ്ഞ ആംബുലൻസ് വാങ്ങുകയും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആംബുലൻസ് കട്ടപ്പുറത്താവുകയും ചെയ്തുവെന്നും നിലവിൽ ആംബുലൻസ് സർവീസ് നടത്തുന്നില്ലെന്നും ജോയ് നെല്ലിശ്ശേരി അറിയിച്ചു. കൊടകരയിലെ ഗാന്ധിനഗറിലെ വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് അത് ബിനാമികളെ ഉപയോഗിച്ചുകൊണ്ട് അത് കൈവശപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ അത് പ്രവർത്തനമായി മുന്നോട്ട് പോകുകയും ഗ്രാമപഞ്ചായത്തിൻ്റെയോ പാർട്ടിയുടെയോ അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. കൊടകര പഞ്ചായത്തിലെ CPM രക്തസാക്ഷി ഭാസ്കരൻ്റെ പേരിൽ ഒരു ആംബുലൻസ് സർവീസ് സേവനം കൊടകര പാർട്ടി ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് വാങ്ങുന്നതിന് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയുണ്ടായി. ആംബുലൻസ് സേവനം നല്ല കാര്യം തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ പേരിന് ഒരു പഴയ വാഹനം വാങ്ങി കുറച്ച് നാളുകൾ അത് നടത്തിയെങ്കിലും പിന്നീട് ഇപ്പോൾ അത് കട്ടപ്പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്. പാർട്ടിയിലെ ചില നേതാക്കൾ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ മറ്റു പലരെയും പോലെ താൻ പ്രതികരിച്ചിട്ടുണ്ടെന്നും പാർട്ടിയുടെ നിലനിൽപ്പിനു വേണ്ടി 23 വർഷം പാർട്ടി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ജോയ് പറഞ്ഞു. പ്രതികരിക്കുന്നവർക്കെതിരെ ഇതിനു മുൻപും ഒറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെന്നും തുടർന്നും ഇടതുപക്ഷ പ്രവർത്തകനായി പൊതുരംഗത്തുണ്ടാകുമെന്നും ജോയ് നെല്ലിശ്ശേരി കൂട്ടിച്ചേർത്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് സെൻട്രൽ ലൈബ്രറിയുടെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റിസർച്ച് ഇൻഫോർമാറ്റിക്സ് റഫറൻസ് മാനേജ്മെന്റിനും ശാസ്ത്രീയ ലേഖനത്തിനുമുള്ള AI ടൂളുകൾ എന്ന വിഷയത്തിൽ ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ചു. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ചീഫ് ലൈബ്രറിയനായ ഡോക്ടർ AT ഫ്രാൻസിസ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ സിബിൻ വാഴപ്പള്ളി, ലൈബ്രറിയൻ ഡോക്ടർ ഷാജി B എന്നിവർ സന്നിഹിതരായിരുന്നു. ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റ് ഒരുക്കുന്ന 18ാമത് ഓണം കളി മത്സരം ഒക്ടോബർ 5 ഞായറാഴ്ച ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഓണംകളി മത്സരം. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രം മേൽശാന്തി മനോജ് ശാന്തികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. വാർഡ് മെമ്പർ MP അഭിലാഷ്, ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികൾ, കൺവീനർമാർ, ഖജാൻജിമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരിക്കും. നാദം ആർട്സ് നെല്ലായി, ട്യൂൺസ് ഇരിങ്ങാലക്കുട, സംഗമേശ്വര വനിതാ ടീം ഇരിങ്ങാലക്കുട എന്നിവരാണ് പങ്കെടുക്കുന്ന ടീമുകൾ. വനിതകളുടെ പ്രദർശന കൈക്കുട്ടിക്കളികളും ഉണ്ടാകും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി വിജയൻ കുറ്റിപ്പറമ്പിൽ, ചെയർമാൻ കുമാർ അരങ്ങത്ത്, കൺവീനർ ഷാജു പൂക്കോടൻ, ട്രഷറർ സുനിൽകുമാർ കൈമാപ്പറമ്പിൽ, കമ്മിറ്റി അംഗം CK നിരൺ ഘോഷ് എന്നിവർ പങ്കെടുത്തു. 18ാമത്തെ ഓണക്കളി മത്സരമാണ് ഈ ഒക്ടോബർ 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ ചെമ്പൂച്ചിറ ശ്രീ നാദം നെല്ലായി, ടൂൾസ് ഇരിഞ്ഞാലക്കുട, സംഗമേശ്വരി ഇരിഞ്ഞാലക്കുട, അതാണ് 3 ടീമുകൾ, വനിതാ ടീമുകളൊക്കെ. അത്രയും നല്ലൊരു പരിപാടിയാണ്. 10,000-കണക്കിന് ആളുകളാണ് പുറത്തുനിന്നൊക്കെ നമ്മുടെ ഈ ഓണംകളി കാണാൻ എത്തിച്ചേരുന്നത്. വലിയൊരു മഹോത്സവമായി മാറിയിരിക്കുകയാണ്. ചെമ്പിച്ചിറ പൂരം കഴിഞ്ഞാൽ ഇതൊരു മഹോത്സവം നമ്മുടെ ഈ ചെമ്പിച്ചിറ ഓണംകളിയായി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കുട്ടികൾക്കായി വർണ്ണമഴ കളറിംഗ് ഫാൻസി ഡ്രസ് മത്സരങ്ങൾ നടന്നു. ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ TN രാമൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനികളായ അഡ്വക്കേറ്റ് ഷാലു ശിവൻ, ചാർട്ടേഡ് അക്കൌണ്ടന്റ് അഞ്ജലി മണികണ്ഠൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ്, KG വിഭാഗം ഹെഡ്മിസ്റ്റേഴ്സ് ലതിക, ശിശുവാടിക മാതൃസമിതി പ്രസിഡന്റ് സിഞ്ചു വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു. 200ഓളം കുരുന്നുകൾ ഉത്സാഹത്തോടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും സമ്മാനവും വാങ്ങി സന്തോഷത്തോടെയാണ് മടങ്ങിയത്. മാനേജർ U പ്രഭാകരൻ സ്വാഗതവും അധ്യാപിക ബിന്ദു MC നന്ദിയും അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം.
സംസാരിക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നില്ല. എന്തായാലും ഒത്തിരി കുഞ്ഞുമക്കളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ പ്രഭാഷക പറഞ്ഞ പോലെ ഇതിൽ ഫസ്റ്റ് കിട്ടുക സെക്കൻഡ് കിട്ടുക എന്നതിലല്ല കാര്യം, പാർട്ടിസിപ്പേഷൻ്റെ ആണ് അല്ലെ. ഈ കുഞ്ഞുമക്കൾ അവരുടെ ഭാവനകളെയാണ് ക്യാൻവാസിലേക്ക് പകർത്തുന്നത് അല്ലെ. അത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകൾ, എല്ലാവിധ വിജയാശംസകളും. അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട വാഹനമാണ് ആനക്കൂട്ടം ആക്രമിച്ച് തല കീഴായി മറിച്ചിട്ടത്. ഇന്നലെ രാത്രി അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ വാച്ചുമരം ഭാഗത്ത് വെച്ചാണ് സംഭവം. തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട അങ്കമാലി സ്വദേശികളുടെ കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. വാഹനം തകരാറിലായതിനാൽ വഴിയരികിൽ പാർക്ക് ചെയ്ത് മറ്റൊരു വാഹനത്തിൽ അതിരപ്പിള്ളിയിലേക്ക് എത്തുകയും രാത്രിയിൽ വാഹനം നന്നാക്കി കൊണ്ടുപോകുന്നതിനു വേണ്ടി എത്തിയപ്പോഴാണ് കാട്ടാനക്കൂട്ടം കാർ തകർക്കുന്നത് കണ്ടത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാൻ ആനക്കൂട്ടം തകർത്തിരുന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂളിൽ ശുചീകരണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ലിജോൺ ബ്രഹ്മകുളം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ അഞ്ജലി CSE, PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ, PTA അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ ഇത്തുപ്പാടത്ത് കാറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. ഇത്തുപ്പാടം കരിയാട്ടിൽ വീട്ടിൽ ഷാജിയുടെ മകൾ നിരഞ്ജനയാണ് മരിച്ചത്. 17 വയസ്സ്. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് അപകടം. ഇത്തുപ്പാടം റോഡരികിലെ സ്റ്റോപ്പിൽ ട്യൂഷന് പോകാനായി ബസ് കാത്തുനിന്നിരുന്ന വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് ചുങ്കാൽ ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 8ഓടെ മരിച്ചു. കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. അമ്മ അജീഷ, സഹോദരി നീലാഞ്ജന. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് മാങ്കുറ്റിപ്പാടം ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,820 രൂപ, പവന് 86,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ സമ്മേളനം നടത്തി. കൊടകര പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ജോയ് നെല്ലിശ്ശേരി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം രാജിവെച്ചതായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റ് ഒരുക്കുന്ന 18ാമത് ഓണംകളി മത്സരം ഒക്ടോബർ 5 ഞായറാഴ്ച ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. മറ്റത്തൂർ ഇത്തുപ്പാടത്ത് കാറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.